ഇപ്പം മണ്ഡലമാസമല്ലേ, നമുക്ക് അയ്യപ്പൻ്റെ അമ്പലത്തിൽ പോയിട്ട് വന്നാലോ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നാട്ടിലാണ്. അല്ലപ്പാ, ഹൈദരാബാദ് ഇല്ലവരിക്കും ഹൈദരാബാദ് വരാനിരിക്കുന്നവരിക്കും ഒരു അയ്യപ്പൻ്റെ അമ്പലം കാണിച്ചു തന്നാലോ? ഞാനും ഒട്ടും പ്രതീക്ഷിച്ചേട്ടാ ഹൈദരാബാദും അയ്യപ്പൻ്റെ അമ്പലം ഉണ്ട് പറഞ്ഞ്. ഞാൻ ഇന്നലെ ചെങ്ങായിയുടെ സ്റ്റോറി കണ്ടപ്പോൾ ഇവിടെ അയ്യപ്പൻ്റെ അമ്പലം ഉണ്ട് പറഞ്ഞ്. ഞാൻ ഓൾമോസ്റ്റ് ഒരു 1 year ആയി ഹൈദരാബാദ് സ്റ്റേ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഏകദേശം എല്ലാ അമ്പലത്തിൽ ഞാൻ പോകാറുമുണ്ട്. അപ്പോൾ കറക്റ്റ് മണ്ഡലമാസത്തിൽ തന്നെ ചെങ്ങായിയുടെ സ്റ്റോറി കണ്ടപ്പോൾ വന്ന കാഴ്ച നിങ്ങളിപ്പം കാണുന്നു. വലിയ കാര്യം പറയാലാ, ഇങ്ങനെ മണ്ഡലമാസ സമയത്ത് ഇങ്ങനെ അയ്യപ്പൻ്റെ അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ പാട്ടെല്ലാം കേൾക്കുന്നത് സുഖമുണ്ടല്ലോ, ഭജന കേൾക്കുന്നുണ്ടല്ലോ, ഒരു പ്രത്യേക വൈബാണ്. ഇപ്പോൾ ഞാനിപ്പോൾ നേരെ ഓപ്പോസിറ്റിൽ ഹൈടെക് സിറ്റി നേരെ സെക്കന്ദരാബാദ് സൈഡാണ് ഈ അമ്പലവും കാര്യങ്ങളും വരുന്നത്. നമുക്ക് ലൊക്കേഷൻ കാര്യങ്ങൾ വയ്യ പറയാം കേട്ടോ. ഇനി വൈകുന്നേരവും രാവിലെ ഇങ്ങനെ അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ ഒരു ഭജനയും അതുപോലത്തെ അമ്പലത്തിൽ പാട്ടെല്ലാം കേൾക്കുന്ന സുഖമുണ്ടല്ലോ, ഒരു വേറെ വൈബ് തന്നെയാണ്, ഒന്നും പറയാനില്ല. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കേട്ടോ ഇങ്ങനെ പായസം കാര്യങ്ങളും സെക്യൂരിറ്റി ചെക്കിന് വെക്കുന്നത്. നിങ്ങൾക്കായിരിക്കും ഇങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ പറയണേ. കുറേ നാളായി വിചാരിക്കും നാട്ടിൽ അമ്പലത്തിൽ പായസം കുടിക്കണമെന്ന്. ഇപ്പോൾ അതും നടന്നു കേട്ടോ. അയ്യപ്പൻ്റെ അമ്പലത്തിൽ ലൊക്കേഷൻ കാര്യങ്ങൾ വരുന്നത് സെക്കന്ദരാബാദ് സൈഡാണ് കേട്ടോ. എക്സാക്ട് ലൊക്കേഷൻ വരുന്ന അയ്യപ്പ ടെമ്പിൾ മെട്ടുകൂടി കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഹൈടെക് സിറ്റി ഭാഗത്തുനിന്ന് വരുന്നുണ്ടെങ്കിൽ എക്സാക്ട് ഒരു 102 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് വരാം കേട്ടോ.